ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ധർമ്മനാണെന്നുണ്ടെങ്കിൽ സുകന്യ പീരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ വാച്ച് മേടിച്ചത് ഇപ്പൊ നന്നായി എനിക്ക് തോന്നുന്നത്. അതെന്താ സുകന്യ അല്ല, ആ വാച്ച് മേടിച്ചുകൊണ്ടാണല്ലോ 25,000 രൂപയുടെ വാച്ച് മേടിച്ചുകൊണ്ടാണല്ലോ ആ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നത്. ആ വീട്ടിൽ നിന്ന് ശ്വാസം വിടാൻ പോലും പറ്റില്ലായിരുന്നു. എന്തൊക്കെയാണോ ഒരു ഗോമതി ചേച്ചിയും ഒരു ബാലൻ ചേട്ടനും എല്ലാം കൂടിയായിട്ട് മതിയായി. എന്തായാലും ഇപ്പൊ ഒരു സമാധാനമൊക്കെ ഉണ്ട്. എന്റെ ധർമ്മേട്ടന് ചായയൊക്കെ ചൂടോടെ ഒന്ന് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കൊടുക്കാണ്. എന്റെ സുകന്യയുടെ പാട് നോക്കി പോകുന്നുണ്ട്. ധർമ്മൻ ആ ചായയായിട്ട് നേരെ ഉമ്മറത്തേക്ക് വരും കേട്ടോ. ധർമ്മനെ കാണാൻ വേണ്ടി തന്നെ ബാലൻ മുറ്റത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ധർമ്മൻ എങ്ങാനും പുറത്തിറങ്ങാൻ ഒന്ന് കണ്ട് സംസാരിക്കാൻ. ബാലന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ധർമ്മം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബാലൻ. ആ സമയത്ത് തന്നെയാണ് ധർമ്മൻ ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബാലൻ കാണുന്നത് കേട്ടോ. ബാലൻ വേഗം തന്നെ ആ മതിലിന്റെ അടുത്തേക്ക് പോയിട്ട് ധർമ്മ, എടാ മോനെ ധർമ്മ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഇപ്പൊ തൊട്ടു പിന്നാലെ ഗോമതിയും മീനാക്ഷിയും മിത്രയും ആര്യനും ആകാശൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ധർമ്മൻ ഇവരെ കാണുന്നുണ്ട്. എന്താ, ആരാ നിങ്ങള് എന്ന് ചോദിക്കാണ്. എടാ ധർമ്മ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ബാലേട്ടനോട് എന്ന് ഗോമതി ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയണം? എന്നെ കള്ളനായി കണ്ടവടുത്ത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം എന്ന് പറയണം. എടാ അതങ്ങനെ സംഭവിച്ചു പോയടാ. എടാ നിന്നടുത്ത് എന്റെ മക്കളും ഈ സ്ഥാനത്താങ്ങനെ ഞാനും അവർക്ക് അതുപോലെ തന്നെയല്ലേ പെരുമാറുള്ളൂ. ഈ ആര്യനോടൊക്കെ എത്ര പ്രാവശ്യം ഇതുപോലെ പെരുമാറിട്ടുണ്ടടാ. എന്നിട്ടും അവര് പിണക്കവും കാര്യങ്ങളും കാണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയായിരിക്കും നീ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതുപോലല്ല അളിയത്. ഞാൻ വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്ന്. പക്ഷെ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് എനിക്കത് സഹിക്കാൻ സാധിച്ചില്ല. എന്റെ ഭാര്യയ്ക്ക് ഒരു വാച്ച് മേടിച്ചു കൊടുക്കാൻ എനിക്ക് കോമഡി സ്റ്റോഴ്സിന്റെ 10 പൈസ എനിക്ക് വേണ്ട എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഇന്ദിര മുത്തശ്ശിയും അതുപോലെ തന്നെ അച്യുതനും അനന്തനും നമ്മുടെ രാജശ്രീയും അനു ആലോകൊക്കെ തന്നെ പുറകെ നിൽപ്പിട്ടോ. അപ്പൊ അച്യുതനും ആ രാജശ്രീക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നന്ദിനിക്കും അനന്തനും ഒരു സന്തോഷമില്ല. അവർക്ക് വിഷമോടെ തോന്നണം, കാരണം ബാലനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ധർമ്മം പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല. എന്നെ കള്ളനാക്കിയ ഒരു വീട്ടിലേക്ക് ഞാൻ ഇനി വരില്ല എന്ന് പറയണം. ബാലൻ പറഞ്ഞു, പോട്ട വിട്ടുകളാ, എല്ലാം വിട്ടുകളാ. എന്റെ വായിന്ന് അറിയാതെ അങ്ങനത്തെ ഒരു വാക്ക് വീണു, നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴേക്കും ഇന്ദിര അമ്മമ്മയും പറയുന്നുണ്ട്, വേണ്ട, എന്റെ മോനെ കള്ളനാക്കി ആ വീട്ടിലേക്ക് എന്റെ മോനെ വരണ്ട, ഒരു കാര്യമില്ല. ധർമ്മനും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ധർമ്മം പറയണ്ട, അതെ എനിക്ക് 25,000 രൂപ ഒരു ആവശ്യമില്ല എന്റെ അളിയ. ഞാൻ കണക്ക് പറയാൻ നിന്നാലുണ്ടല്ലോ അളിയൻ പൈസ ഇങ്ങോട്ടേക്ക് തരേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും ഗോമതിക്കും ഇങ്ങനെ ഷോക്ക് ആവാട്ടോ. കാരണം ധർമ്മന്റെ വായിന്ന് ഇങ്ങനത്തെ വർത്താനം വീഴുമെന്ന് അവരും വിചാരിച്ചില്ല. മീനാക്ഷി പറയണ്ട, ധർമ്മമ്മ വിട്ടുകളാ, ഞങ്ങൾ എല്ലാവരും ധർമ്മമ്മയുടെ മാപ്പ് പറയാണ്, സോറി പറയാണ്. ഒക്കെ പോട്ടെ, അച്ഛന്റെ സ്വഭാവം മാമനെ അറിയില്ല. അച്ഛൻ അങ്ങനെ മനസ്സിലൊന്നും വെച്ചിട്ട് പറയണതല്ല, അങ്ങനെ വായി തോന്നുമ്പോ പറഞ്ഞു പോണതാ. അത് നമ്മുടെ അത്ര സ്വാതന്ത്ര്യവും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ. മാമൻ അതെന്താ മനസ്സിലാക്കാത്തത്? സാധാരണ അച്ഛനും ഇവിടെ ആര്യനും തമ്മിൽ പിണങ്ങുമ്പോഴൊക്കെ ആ പിണക്കം മാറ്റാൻ ആ മാമനല്ലേ മുൻപിൽ നിൽക്കണത്. എന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ മാമൻ ഇങ്ങനെ ആയല്ലോ. വേണ്ട മീനാക്ഷി, ഇതിൽ നീ ഇടപെടണ്ട, പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങളൊന്നും ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയാണ്. പെട്ടെന്ന് ധർമ്മന്റെ ഈ സ്വഭാവ മാറ്റത്തിൽ ബാലനും ഭയങ്കര വിഷമമാട്ടോ. ബാലൻ വിഷമത്തോടെ അകത്തേക്ക് കയറി പോവാണ്. ഗോമതി പറയണ്ടേ, തൃപ്തിയായിട്ടുണ്ട് നിനക്ക്, സമാധാനമായിട്ടുണ്ട് നിനക്ക്. ആ മനുഷ്യനെ നീ വേദനിപ്പിച്ചത്. നിന്റെ മോനെ പോലെ എപ്പോഴും പറയും അദ്ദേഹം, മൂത്ത മോൻ നീയാണെന്ന്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും ചോദിച്ചു ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ധർമ്മ എന്ന് പറയണം. ഇത് കേട്ട് അച്യുതൻ അവിടേക്ക് വരുന്നുണ്ട്. അതെ, ഇത് എന്റെ അനിയനാണ്, നിന്റെ അനിയൻ മാത്രല്ല എന്റെയും അനന്തേട്ടന്റെ ഒക്കെ അനിയനാണ്. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, ഞങ്ങളും സംസാരിക്കും. എന്റെ അനിയനെ കള്ളനാക്കിയ നിങ്ങളെ ണ്ടല്ലോ സത്യം അവിടെ വന്ന് അടിക്കാനാ നിന്നത്. പിന്നെ ഇവൻ പറഞ്ഞു, വേണ്ട വിട്ടുകളാന്ന് പറഞ്ഞണ്ട ഞങ്ങൾ അവിടെ വരാതിരുന്നത്. എന്റെ അനിയനെ ഇനി ഏത് നിലയിൽ എത്തുന്നു നീ കണ്ടോടി. നിന്റെ അനിയൻ മാത്രല്ല ധർമ്മൻ, ഞങ്ങളുടെയും കൂടി അനിയനാണ്. ഗോമതി സ്റ്റോഴ്സിൽ കിടന്ന പട്ടിയെ പോലെ ഇത്രയും വർഷം പണിയെടുത്തിട്ട് 10 പൈസ നിന്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടോ? ശമ്പളമാണ്, എന്താ ധർമ്മ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അവനോട് ഇപ്പൊ 25,000 രൂപ, ഒരു 25,000 ഉലുവ തൊലച്ചതിന് അവള് സംസാരിക്കുന്നു. 25,000 രൂപ അല്ലേ, 25 ലക്ഷമൊന്നല്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ധർമ്മൻ എടുത്തു എന്ന് പറയേണ്ട കാര്യം നിന്റെ ഭർത്താവിനും നിനക്കും നിന്റെ കുടുംബക്കാർക്കും ഇല്ല. 25,000 പകരം 25 ലക്ഷം രൂപ തരാൻ ഞങ്ങൾക്കൊക്കെ പറ്റും. പക്ഷെ ധർമ്മൻ ആ പൈസ മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ പൈസ തരാനും പോകുന്നില്ല. എടാ ധർമ്മ, നീ അകത്തേക്ക് പോടാ, എന്തിനാണ് ഇവർക്കൊക്കെ സംസാരിക്കുന്നത്? ഇവർക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ധർമ്മനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. ധർമ്മന് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ധർമ്മനും വിട്ടുകൊടുക്കണില്ല. ആ ഒരു രീതിയിലാണ്. അപ്പൊ അനന്തം പറയടാ, ധർമ്മ നീ വിട്ടുകളാ, ബാലന്റെ സ്വഭാവം നിനക്ക് അറിയില്ല, മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞതായിരിക്കില്ല. വേണ്ട ചേട്ടൻ ഇതിലൊന്നും പറയണ്ട. അപ്പൊ അച്യുതം പറഞ്ഞ, എന്തിനായിട്ട് ഏട്ടെ ആ ബാലിനെ സപ്പോർട്ട് ചെയ്യണത്? നമ്മുടെ അനിയനെ കള്ളനാക്കിയത് അവൻ, നമ്മുടെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. മോനെ
ധർമ്മ, നിനക്ക് ഞങ്ങൾ നല്ലൊരു ബിസിനസിന്റെ കാര്യത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു. വേണ്ട ചേട്ടാ, എനിക്ക് ബിസിനസ്സിലൊന്നും താല്പര്യമില്ല എന്ന് ധർമ്മം പറയാണ്. ധർമ്മ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ നിനക്കും എന്തെങ്കിലുമൊക്കെ ഒരു നീക്കിയിരിപ്പ് വേണ്ടേ? നീയും സുകന്യക്ക് ഇപ്പൊ ഒരു ഫാമിലിയാണ്, നിങ്ങൾക്ക് നാളെ കുട്ടികളും കുടുംബമൊക്കെ ഉണ്ടാവും. അപ്പൊ നിനക്കും ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാനും ഏട്ടനും കൂടി ഒരു തീരുമാനം എടുത്തു എന്ന് ധർമ്മനോട് പറയാണ് അച്യുതൻ. എന്ത് തീരുമാനം എന്ന് ധർമ്മൻ ചോദിക്കുമ്പോഴേക്കും, അത് വേറൊന്നുമല്ല, അമ്മയടുത്ത് പോലും ഞങ്ങൾ ഈ തീരുമാനം പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നോട് പറയാണ്, വേറൊന്നുമല്ല, നിനക്ക് ഞങ്ങൾ നല്ലൊരു കട ഇട്ട് തരാൻ തീരുമാനിച്ചു. അത് കേൾക്കുമ്പോൾ ധർമ്മന് സന്തോഷമാവുന്നുണ്ട്. കടയോ? എന്ത് കട? ഒരു പലചരക്ക് കട എന്ന് പറയാണ്. പലചരക്ക് കടയോ? ഏട്ടന്മാര് സീരിയസ് ആയിട്ട് തന്നെ പറയാണോ? അതേടാ, നിനക്കും വരുമാനമൊക്കെ വേണ്ടേ? എടാ, നീ എന്താണ് ഈ പറയണത്? നീ ഞങ്ങളുടെ അനിയനല്ലേ, നീ നന്നാവുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലടാ. ദേ, ഗോമതി ഞങ്ങളും തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും, പക്ഷെ നിന്നെ ഞങ്ങൾ അതിൽ വലിച്ചെടുക്കാറില്ല. പിന്നെ നീ അവരുടെ കൂടെ പോയാൽ വലിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ അനിയൻ തന്നെയല്ലേടാ എന്ന് പറയാണ്. അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു കട ഇട്ട് തരാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോഴേക്കും സുകന്യ എവിടേക്ക് വരുന്നുണ്ട്. ആഹാ, ഈ ഗോമതി സ്റ്റോഴ്സ് പോലത്തെ കടയാണോ, അത് സൂപ്പർ മാർക്കറ്റ് പോലത്തെ വലിയ കടയാണോ അച്യുതേട്ടാ എന്ന് പറയുമ്പോ, അതൊന്നും സുകന്യ ഇപ്പൊ അറിയണ്ട, നിങ്ങളെ കടക്കിടാൻ വെച്ച് നല്ലൊരു പേര് തീരുമാനിച്ചോ എന്ന് പറയാണ്. എടുത്ത വായിക്ക് സുകന്യ പറഞ്ഞ, അതെന്താ ആലോചിക്കാനാണ്, അവിടുത്തെ ബാലേട്ടന്റെ ഭാര്യയുടെ പേരാണ് ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ് ഇട്ടേക്കണത്. ധർമ്മേട്ടൻ ദേ എന്റെ പേരിടും, സുകന്യ സ്റ്റോഴ്സ് അല്ലേ ധർമ്മേട്ട എന്ന് ചോദിക്കുമ്പോ ധർമ്മൻ സുകന്യയുടെ മുഖത്തെ നോക്കുവാട്ടെ. സുകന്യ പറഞ്ഞ, എന്താ ധർമ്മേട്ട എന്റെ പേരിട്ട എന്താ കുഴപ്പം, സുകന്യ സ്റ്റോഴ്സ് നല്ല പേരല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അമ്മയുടെ അമ്മ പറയുന്നുണ്ട്, ധർമ്മൻ എന്ത് പേരാണ് ഇഷ്ടം, ആ പേരിട്ടോ എന്ന് പറയാണ്. അപ്പൊ ധർമ്മൻ പറഞ്ഞ, പേരിലൊന്നും കാര്യമില്ലല്ലോ, എന്തായാലും എന്റെ ചേട്ടന്മാർ ഇത്ര നല്ലൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചല്ലോ, വളരെ നല്ല കാര്യം. പിന്നെ അതിന്റെ ഒരു നീക്കിയിരിപ്പോ ലാഭം എന്തിനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കും എന്ന് ധർമ്മം പറയാണ്. അപ്പോ അമ്മമ്മ പറയണ്ടേ, എടാ അതൊന്നും വേണ്ട, നീ ആ ലാഭവും കാര്യങ്ങളുണ്ടായി നിന്റെ സുകന്യയുടെ പേരിൽ ബാങ്കിലാണ് ഇടേണ്ടത്. നാളെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോഴേക്കും നിങ്ങൾക്ക് എടുക്കാലോ എന്ന് പറയുമ്പോ അനന്തം പറയണ്ട. അതേടാ, അല്ല അച്യുത, നീ ഇവനെ വേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് ഏട്ടാ, അത് ഇന്ന് ഇവനെ കൊണ്ടേ കാണിക്കാൻ വെച്ചിരിക്കുകയാണ്. എടാ ധർമ്മ, നീ ഫ്രീ ആണെങ്കിലേ ഞാനൊരു സ്ഥലം നോക്കിയിട്ടുണ്ട് കടയ്ക്ക് വേണ്ടിട്ടെ, നീ ഓക്കെ പറയുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവിടെ കട വന്നിരിക്കും. കട എന്ന് വെച്ചാൽ ബാലന്റെ പോലെ ഗോമതി സ്റ്റോഴ്സ് പലചരക്ക് കടയില്ല കേട്ടോ, അത്യാവശ്യം നല്ല സൗകര്യവും സാധനങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ മാർക്കറ്റ് പോലത്തെ കട. നീ വാ, ഞാൻ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോ എവിടെയാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന് നേരെ ഓപ്പോസിറ്റ് അവിടെ തന്നെയാണ് സുകന്യ സ്റ്റോഴ്സ് വരാൻ പോണത്. സുകന്യ സ്റ്റോഴ്സ് ആണെന്നറിയില്ല, ഒരു കട വരാൻ പോണത് നമ്മുടെ ധർമ്മന്റെ പേരിലുള്ള കട. അപ്പോഴും നമ്മുടെ ബാലനൊക്കെ നോക്കുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കണത് കാണേണ്ട സ്ഥലം. അപ്പോഴും ധർമ്മനാണ് ഈ സ്ഥലം മേടിച്ചതെന്നും ധർമ്മന്റെ പേരിലാണ് ഈ സ്ഥലം മേടിച്ചെന്നും ധർമ്മൻ അവിടെ കച്ചവടം തുടങ്ങാൻ പോണെന്നൊന്നും ബാലൻ അറിയില്ല കേട്ടോ. അങ്ങനെ ബാലനെ തകർക്കാൻ വേണ്ടി നമ്മുടെ അച്യുതൻ കരുവാക്കണം. നമ്മൾ ആദ്യം അനുവിനെ കരുവാക്കാന്നാ വിചാരിച്ചത്, പക്ഷെ അനുവിനെ കൊണ്ടൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ധർമ്മനെ കൊണ്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണം. അങ്ങനെ ധർമ്മനെ അവിടെ ഒരു കട കിട്ടിയ ധർമ്മനെ ബാലന്റെ മുമ്പിൽ എങ്ങനെയൊക്കെ ധർമ്മനെ പൊക്കി നിർത്താം ആ രീതിയിലൊക്കെ പൊക്കി നിർത്തുന്നുണ്ട് ബാലനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബാലന് സന്തോഷമേ ഉള്ളൂ കേട്ടോ, കാരണം ധർമ്മൻ നല്ലൊരു രീതിയിലാവുന്നതിന് ബാലന് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.